സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും NHM ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ആശാപ്രവർത്തകർ. രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വർദ്ധിപ്പിച്ച ഇൻസെന്റീവും മറ്റാനുകൂല്യങ്ങളും ഉടനടി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. രാപ്പകൽ സമരം തുടങ്ങിയിട്ട് 193 ദിവസമായി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരത്തിന്റെ 193ാമത്തെ ദിവസം. NHM ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിൽ ആവശ്യങ്ങൾ ഒന്ന് തന്നെ. ആദ്യ ദിനം മുതൽ ഉയർത്തുന്ന ആവശ്യങ്ങൾ. ഒന്നിൽ പോലും സർക്കാർ തങ്ങൾക്ക് അനുകൂല തീരുമാനമെടുത്തില്ലെന്ന് സമരക്കാർ. എല്ലാവരും പറയുന്ന എല്ലാ പണിയും ചെയ്യേണ്ടുന്ന ആളുകളല്ല ആശാവർക്കർമാര് എന്നുള്ള ബോധ്യം അത് ചെയ്യിപ്പിക്കുന്ന ആളുകൾക്കും ചെയ്യുന്ന ആളുകൾക്കും സൃഷ്ടിച്ചു കൊടുക്കാൻ നമുക്ക് ഈ സമരത്തിലൂടെ കഴിഞ്ഞു. സമരത്തിനിടയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇൻസെന്റീവ് വർധനവും മറ്റാനുകൂല്യങ്ങളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്നത് പുതിയ ആക്ഷേപം. ആശമാരോട് നിഷേധാത്മക സമീപനം പുലർത്താൻ സർക്കാർ NHM-നെ ഉപയോഗിക്കുന്നു എന്നാണ് സമരസമിതിയുടെ ആരോപണം. നിങ്ങൾ വിജയത്തിന്റെ പടിവാതിൽക്കലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പൊതുസമൂഹം അംഗീകരിച്ച ഡിമാൻഡാണ്. ഇത് നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഈ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ സർക്കാർ പരാജയപ്പെടേണ്ടി വരും. പക്ഷെ ഇത് പരാജയപ്പെട്ടാലാണ് അവരൊരു ജനാധിപത്യ സർക്കാരാകുക, അവരൊരു ഇടതുപക്ഷ സർക്കാരാകുക. അവർ നീട്ടിക്കൊണ്ടുപോകുന്ന ഓരോ ദിവസവും അവരുടെ ഇടതുപക്ഷ വിരുദ്ധ സ്വഭാവം അവർ അടിവരയിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക തുടങ്ങിയ 9ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ച് NHM ഡയറക്ടർക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകി. നിസ്സംഗത തുടരുന്ന സർക്കാരിനെതിരെ സമരം സജീവമാക്കുകയാണ് ആശമാർ. 200 ദിവസത്തോടടുക്കുന്ന ആശാ സമരം തെരഞ്ഞെടുപ്പ് കാലത്ത് LDF-ന് വെല്ലുവിളി തീർക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.